ഹായ് ഹലോ. അതെ, ഞാനിന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാട്ട. നമുക്ക് എല്ലാവർക്കും അറിയണ സാധനം തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയൊക്കെ പാലുണ്ട്, അടയുണ്ട്, മിൽക്ക് മെയ്ഡ് ഉണ്ട്. ഇതുകൊണ്ട് ഞാനില്ലേ നമ്മൾ ഈ മടിച്ചികൾക്ക് പറ്റിയൊരു പാൽപ്പായസം, ഒരു പാലട പെട്ടെന്ന് എങ്ങനെ പാലട ഉണ്ടാക്കാന്നുള്ളതാണ് അവിടെ കാണിക്കാൻ പോണത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു അതിന്റെ അവസാനം കാണിച്ചില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ ഇതിന്റെ അവസാനം എന്തായാലും കാണിക്കും, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഈ മടിയുള്ളവർക്ക് പെട്ടെന്ന് എങ്ങനെ പാലട ഉണ്ടാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു കേട്ടാ. നമ്മൾ പാലട ഉണ്ടാക്കണത് നമ്മുടെ കുക്കറിലാണ്. അപ്പൊ ഈ കുക്കറിൽ ഞാൻ 1 ഗ്ലാസ് അടയാണ് എടുത്തേക്കണം കേട്ടാ. അപ്പൊ നമ്മൾ അട ഇതിലേക്ക് ഇടണു. എന്നിട്ട് ഈ പാലട ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഉരുളിയിലൊക്കെ ഇട്ട് വേവിച്ച് ഒക്കെയാണ് ഉണ്ടാക്കുക. പക്ഷെ എനിക്ക് മടിയുള്ള കാരണം, എനിക്ക് തീരെ ക്ഷമയില്ലാത്ത കാരണം, എനിക്ക് പായസം കുടിക്കാൻ പെട്ടെന്ന് തോന്നിയ കാരണം ഞാൻ ഇങ്ങനെയാണ്. അപ്പം നമുക്ക് അതിലേക്ക് ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം അതിലേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ കുക്കറിൽ വെക്കാം. കുക്കറിൽ വെച്ചിട്ട് 2 വിസിലടിച്ചാൽ മതി. ശരിക്കും പാലട ഉണ്ടാക്കാൻ അറിയുന്ന ആളിനെ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. എന്നെ പോലെ മടിച്ചികളായവര് കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള പായസമാണ് കേട്ടത്. അപ്പൊ നമ്മള് പാലട നമ്മളിപ്പോ ഇതിൽ വെച്ചിട്ടുണ്ട്, അട വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓഫാക്കാട്ടോ. അപ്പൊ ഇത് നമ്മള് കുക്കറിൽ 2 പ്രാവശ്യം വിസിലടിച്ചിട്ട് അത് പച്ചവെള്ളത്തിൽ ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ നന്നായി ഇങ്ങനെ കുഴ പോലെ ഇരിക്കും. അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന മെത്തേഡുകളാണ്, എളുപ്പപ്പണിയാണ് കേട്ടോ. ഇതൊരിക്കലും ആക്ച്വലി ഇങ്ങനെയൊന്നും അല്ലാതെ ഉള്ളിലിട്ടിട്ടാണ് ചെയ്യുക. നമുക്ക് നേരില്ലാത്ത കാരണവും എളുപ്പപ്പണി നോക്കുന്ന കാരണമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എന്നിട്ട് വെള്ളത്തില് അത് ഊറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ കുക്കർ വെച്ചിട്ട് നമ്മൾ പാൽ ഒഴിക്കണം. പാല് നമ്മൾ 2 പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് 1 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 പാക്കറ്റ് പാലും എടുത്തിട്ട് നമ്മൾ കുക്കറിൽ ഒഴിച്ചിട്ട് അത് നന്നായി ഇങ്ങനെ കുറുക്കി എടുക്കണം. അപ്പൊ നമ്മൾ കുക്കറിലായ കാരണം വേഗം ഇതാവും. അങ്ങനെ നമ്മൾ 2 പാക്കറ്റ് പാലൊഴിച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കണം. ഇളക്കി ഇങ്ങനെ കുറുകി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഈ അടയും ഈ പഞ്ചസാരയും പിന്നെ മിൽക്ക് മെയ്ഡും ഇത് ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കണം. ഇവിടെ പാല് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പാല് തിളച്ചതിലേക്ക് ഈ അട ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ അട ഇതിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് നല്ല രസമായിട്ട് വരും കേട്ടോ ഈ അട. അപ്പൊ നമുക്ക് ഈ അട ഇതിലേക്ക് ഇട്ട് ഇനിയിപ്പോ ഓണാക്കിയല്ല, എല്ലാവരും ഒന്ന് പെട്ടെന്ന് എങ്ങനെ പായസം ഉണ്ടാക്കാന്ന് ആലോചിക്കണം. ഇതൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിട്ടാ. നമ്മൾ ഈ അട ഇതിൽ ഇളക്കിയതിന് ശേഷം നമ്മളൊരു 1 ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ പഞ്ചസാര അധികം ഇട്ടുകൊണ്ട് ടേസ്റ്റ് കൂടുമൊന്നുമില്ല. അപ്പം നമ്മൾ പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് അധികം പഞ്ചസാര ആവശ്യമില്ല. നമ്മൾക്കപ്പം 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാനിതിൽ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഈ ഒരു കാര്യമാണ് ഈ പായസത്തിൽ ഏറ്റവും റിസ്ക് ഉള്ള കാര്യം. വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാണ്. അതൊന്നൊരു കുറുകി പരുവാവണ വരെ എന്തായാലും ഒരു 10 മിനിറ്റ് നമ്മൾ ഇളക്കേണ്ടി വരും. ശരിക്കും ഇതൊരു 2 മണിക്കൂർ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അപ്പം അത്രയെങ്കിലും നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കല്ലേ. അപ്പം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. പിന്നെ ഈ പാലടയിൽ സാധാരണ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ കളർ ഇങ്ങനെ വരില്ല. സാധാരണ വെള്ള കളർ ഇങ്ങനെ പായസത്തിന് വരാം കേട്ടോ. അപ്പം ഇതിൽ കളർ വരാം. ഇവിടെ പാലടയ്ക്ക് ഒരു പ്രത്യേക കളറുണ്ട്, ഒരു റോസ് പോലത്തെ കളർ. അത് വരെ ചെറിയൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ആ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇപ്പം നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഒന്ന് കുറുകട്ടെ കേട്ടോ. കുറുകിയിട്ട് നമുക്ക് ബാക്കി കാണാം. പായസം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഈ പായസത്തിലേക്ക് നമ്മൾക്ക് ഞാൻ ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഈ പായസം നമുക്ക് റോസ് കളർ വന്ന് ചെയ്യുന്ന ഒരു പാനില് കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ കാരമൽ ചെയ്യില്ലേ ഇങ്ങനെ അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കണ്ട. അപ്പൊ ഇതിങ്ങനെ പഞ്ചസാര ഇങ്ങനെ ചൂടായിട്ട് വരുമ്പോ കുറച്ച് നേരം ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാരമലായി കിട്ടും. അപ്പൊ അങ്ങനെ ആവാൻ വേണ്ടി 2 മിനിറ്റ് കേട്ടോ. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഈ പഞ്ചസാര കാരമൽ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ കുക്കറിലെ പാകായ അടയിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. അപ്പൊ ഇങ്ങനെ പൊട്ടിത്തെറിക്കും, ഒരാളും പേടിക്കണ്ട.
അത് ആ ചൂടോടക്കനെ ആയ കാരണമാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് കുറച്ച് ഇതിലെടുത്തിട്ട് നമ്മള് നമ്മുടെ പണ്ടത്തെ കാരണന്മാരൊക്കെ ഇങ്ങനെ ചെയ്യാറില്ല, കൂട്ടാൻ കാച്ചുമ്പോൾ. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ. അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ പായസത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. ഈ പഞ്ചസാരയുടെ ഒരു ഇത് മാറാൻ വേണ്ടി ഒരു പൊടിക്ക് ഉപ്പിടാം. അപ്പൊ ഇതാണ് എന്റെ പായസം. ഇതൊക്കെ നിങ്ങൾ നമ്മുടെ വാങ്ങിക്കുന്ന പോലൊക്കെ തന്നെയില്ലേ. എന്തായാലും നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാൻ ലിൻഡയ്ക്ക് കൊടുക്കാം. അപ്പൊ അവളെ എന്താ പറഞ്ഞേന്ന് നോക്കാട്ടോ. അങ്ങനെ നമ്മുടെ ഫിജി ലോകമടിച്ച് ഒന്നും ഉണ്ടാക്കില്ല, അവള് പായസവും വീസോ ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ അതേ എനിക്കൊരു കപ്പ് പായസം തന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. മിൽക്ക് മേഡൊക്കെ ഇട്ട് കുഴച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് വേണം അവൾക്ക് മാർക്ക് ഇടാൻ വേണ്ടിട്ട്. അവൾക്ക് വല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയോ അറിയില്ല എന്നൊക്കെ ഞാൻ നോക്കി നോക്കട്ടെ കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കണ്ണൻ സ്വാമിയില്ലേ, തൃശ്ശൂരത്തെ കണ്ണൻ സ്വാമിയുടെ പായസല്ലേ, അതുപോലെ ഉണ്ട്. ഫിജി സൂപ്പർ. സൂപ്പർ സൂപ്പർ. ഫിജി എന്തെങ്കിലും നീ ചെറുതെ ഉണ്ടാക്കണല്ലെങ്കിലും അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു.